ഹലോ യങ് ഡിസൈനേഴ്സ്, WCAG ഗൈഡ് ലൈൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? VCAG എന്നും അതിനെ വിളിക്കാറുണ്ട്, വെബ് കണ്ടന്റ് ആക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ്. ഈ ഗൈഡ് ലൈൻസിൽ POUR പെർസീവബിൾ, ഓപ്പറബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് റോബസ്റ്റ് ഇവയാണ് WCAG ഗൈഡ് ലൈൻസിൽ ഉള്ളത്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. VCAG 2.0 2008 ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത്. അക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് 2008 റിലീസ് ചെയ്തതിന് ശേഷം ഏകദേശം 10 വർഷം എടുത്തു അതിനൊരു അപ്ഡേഷൻ ഉണ്ടാവാൻ. അതായത് 2018 പിന്നീട് 2.1 എന്ന വെർഷനിലേക്ക് WCAG ഗൈഡ് ലൈൻസ് എത്തുന്നത്. 2013 2.2 എന്നൊരു അപ്ഡേഷൻ വന്നതിന് ശേഷം നാളെ ഇന്ന് വരെ അതിലേക്കൊരു അപ്ഡേഷൻ വന്നിട്ടില്ല. 3.0 എന്ന വെർഷൻ ഡ്രാഫ്റ്റിലിരിക്കുകയാണെങ്കിലും അത് ഇതുവരെ പബ്ലിക് റീഡിങ്ങിന് വിട്ടുകൊടുത്തെന്നല്ലാതെ ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് WCAG ഗൈഡ് ലൈൻസ് എന്ന് നമ്മൾ അറിയണമല്ലോ. VCAGലെ P അഥവാ പെർസീവബിളിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമ്മൾ പലപ്പോഴും വെബ്സൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇമേജുകളോ മറ്റോ ലോഡ് ആവാതെ വരുമ്പോൾ ഇമേജ് ഫെയിൽ ടു ലോഡെന്ന് എഴുതി വരാറില്ലേ? അത് ഈ പെർസീവബിളിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോ പ്ലെയറിലോ വീഡിയോ കാണുമ്പോൾ ക്യാപ്ഷൻസ് വരാറില്ലേ? അല്ലെങ്കിൽ ക്യാപ്ഷൻസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ലേ? അതൊക്കെ ഈ അക്സസിബിലിറ്റി ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ടെക് അഡാപ്റ്റബിലിറ്റി, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോയിസ് അസിസ്റ്റൻസ് ഒക്കെ ഒരുപാട് ഉപയോഗിക്കലില്ലേ? അതൊക്കെ ഈ പെർസീവബിളിൻ്റെ ഭാഗമാണ്. അടുത്തതാണ് P കഴിഞ്ഞ് വരുന്നത് O അഥവാ ഓപ്പറബിൾ. അതായത് കീബോർഡ് ഫങ്ഷൻസും ഇൻട്രാക്ഷൻസും ഒക്കെയാണ് അതിലേക്ക് കൂടുതലായിട്ടും വരുന്നത്. കീബോർഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറില്ലേ? Ctrl+C, കോപ്പി അതുപോലെയുള്ള ഫങ്ഷൻസ്. അപ്പോൾ കീബോർഡ് ഫങ്ഷൻസ് വരുന്നതിലൂടെ യൂസറിന് എളുപ്പത്തിൽ അയാളുടെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഈ ഓപ്പറബിൾ എന്ന കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡബിൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേർഡിൽ തന്നെ കാര്യങ്ങളില്ലേ? അതായത് നമുക്ക് വേഗം മനസ്സിലാവുന്ന തരത്തിലുള്ള ടെക്സ്റ്റുകളും അതുപോലെ തന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാതെ വെബ്സൈറ്റിലോ അല്ലെ ആപ്പിലോ ഏതിലോ ആയിക്കോട്ടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാതെ നാവിഗേറ്റ് ചെയ്യാനും കഴിയണം ഈ അണ്ടർസ്റ്റാൻഡബിൾ എന്ന ഒരു കാര്യം കൊണ്ട്. അടുത്തത് റോബസ്റ്റ്, അതായത് നമ്മൾ ഇതെല്ലാം ഉണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കെട്ടിടം പൊളിയും അല്ലേ? അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു HTML ഫ്രെയിംവർക്കും ഡിവൈസ് ഫ്രണ്ട്ലിനെസ്സുമാണ് റോബസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. VCAGനെ അക്സസിബിലിറ്റി ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതിനെ അക്സസിബിലിറ്റി ടെസ്റ്റിംഗ് ആണ് അതിനെ വിളിക്കാറ്. അതിൻ്റെ കമ്പാറ്റിബിലിറ്റിയെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഒന്ന് A, AA, AAA. അതിൽ A എന്നത് മിനിമം റിക്വയർമെൻ്റ് ആണ്. നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് AA പാലിക്കാനാണ്. അപ്പോൾ AA പാലിക്കാൻ വേണ്ടി നമുക്ക് വെബ്സൈറ്റുകളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സെറ്റപ്പുകളുണ്ട്. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ക്രോമിൽ ഒരു പ്ലഗിൻ ഉണ്ട്, വേവ് എന്ന് പറഞ്ഞിട്ട്. ആ പ്ലഗിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് അക്സസിബിലിറ്റി അനലിറ്റിക്സും പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോ. നമ്മൾ ഡിസൈനേഴ്സ് എപ്പോഴും, അറ്റ്ലീസ്റ്റ് സീനിയർ ഡിസൈനേഴ്സ് എപ്പോഴും ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കളറും ഫോർഗ്രൗണ്ട് കളറും തമ്മിലുള്ള കോൺട്രാസ്റ്റ് റേഷ്യോ ആവശ്യത്തിനുണ്ട്. അതല്ലെങ്കിൽ അത് WCAG അല്ലെ VCAG ഗൈഡ് ലൈൻസ് പാസ്സാവുന്നുണ്ട് എന്നുള്ളത് പലപ്പോഴും ഉറപ്പാക്കാറുണ്ട്. അതിന് കോൺട്രാസ്റ്റ് ചെക്കർ എന്നുള്ള ഒരു സൈറ്റൊക്കെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന കളർ കോഡ് ജസ്റ്റ് അതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് കോഡോ ഫോർഗ്രൗണ്ട് കോഡും ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ സൈറ്റ് അപ്പം തന്നെ പറഞ്ഞു തരും അത് പാസ്സാണോ ഫെയിലാണോ എന്നും. അതും നേരത്തെ നമ്മൾ പറഞ്ഞ A, AA, AAA സ്റ്റാൻഡേർഡുകളിലൊക്കെ അത് ഫെയിലാവുമോ പാസ്സാവുമോ എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി സാധിക്കും. ഒരു ഡിസൈനർ എന്ന നിലയിൽ എഫിഷ്യൻ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഡിസൈനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് സ്റ്റിക്ക് ടു VCAG ഗൈഡ് ലൈൻസ്. ഒരു സീനിയർ ഡിസൈനർ എന്ന നിലയിൽ പോർട്ട്ഫോളിയോസ് അനലൈസ് ചെയ്യുമ്പോൾ അതിലൊക്കെ VCAG ഗൈഡ് ലൈൻസിൻ്റെ ഒരു കുറവ് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഡിസൈനർ ആവണമെങ്കിൽ നിങ്ങളുടെ ഡിസൈൻസിൽ VCAG ഗൈഡ് ലൈൻസ് പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. അതോടൊപ്പം മാർവലസ് അക്കാഡമിയുടെ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതുപോലെയുള്ള ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.